ഇന്ന് നടക്കാനിരിക്കുന്ന പ്രധാന സംഭവങ്ങൾ വാർത്തകൾ കാണാം. ഇന്ന് ഇത് സംഭവിക്കും. നടിയെ ആക്രമിച്ച കേസിൽ അന്തിമവാദം ഇന്ന് തുടങ്ങും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് വാദം. 1 മാസം കൊണ്ട് വാദം പൂർത്തിയായേക്കും. 2017 ഫെബ്രുവരി 17 നടന്ന സംഭവത്തിലാണ് കേസ്. 8 പ്രതികളുള്ള കേസിൽ 8ാം പ്രതി നടൻ ദിലീപാണ്. ദിലീപ് റിമാൻഡിൽ കഴിഞ്ഞത് 85 ദിവസമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജികൾ പരിഗണിക്കുന്നത് ജസ്റ്റിസുമാരായ ഡോക്ടർ AK ജയശങ്കരൻ നമ്പ്യാർ, CS സുധ എന്നിവർ ഉൾപ്പെട്ട പ്രത്യേക ഡിവിഷൻ ബെഞ്ച്. ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവർക്ക് ലഭിക്കുന്ന ഭീഷണി സന്ദേശങ്ങളിൽ നടപടി സ്വീകരിക്കാൻ നോഡൽ ഓഫീസറെ നിയോഗിക്കണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. നോഡൽ ഓഫീസറെ നിയോഗിച്ചത് സംബന്ധിച്ച വിവരങ്ങൾ SIT ഹൈക്കോടതിയെ അറിയിക്കും. ഹേമ കമ്മിറ്റി രൂപീകരണത്തിന്റെ നിയമസാധുത ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിൽ സംസ്ഥാന സർക്കാർ ഇന്ന് മറുപടി നൽകിയേക്കും. ചലച്ചിത്ര മേഖലയിൽ ഇടക്കാല മാതൃക പെരുമാറ്റച്ചട്ടം മാർഗനിർദ്ദേശങ്ങളിലൂടെ നടപ്പാക്കണമെന്ന WCCയുടെ ഹർജിയും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരും. സംസ്ഥാനത്തെ 31 തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഉച്ചയ്ക്ക് മുമ്പ് അറിയാം. പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരി, തച്ചമ്പാറ പഞ്ചായത്ത് ഭരണത്തിൽ ഫലം നിർണായകമാണ്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് തൃക്കലങ്ങോട്ട് ഡിവിഷനിലെ ഫലവും വരും. ഉപതെരഞ്ഞെടുപ്പ് നടന്നത് 4 ബ്ലോക്ക്, 3 മുനിസിപ്പാലിറ്റി, 23 പഞ്ചായത്ത് വാർഡുകളിൽ. വഞ്ചിയൂരിൽ വഴിമുടക്കിയ CPM നേതാക്കൾ ആരൊക്കെയെന്ന് ഇന്നറിയാം. കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. പോലീസ് നടപടികൾ വിശദീകരിക്കാൻ വഞ്ചിയൂർ SHOയും ഇന്ന് ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാകും. ആരെല്ലാമാണ് പ്രതികളെന്ന് ഇന്ന് അറിയിക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. പാർട്ടി സമ്മേളനത്തിനായി റോഡ് കെട്ടിയടച്ചതിൽ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. സമസ്ത പണ്ഡിത സഭയായ മുഷാവറ യോഗം ഇന്ന് കോഴിക്കോട് ചേരും. സമസ്തയിലെ ലീഗ് അനുകൂലികളും വിരുദ്ധരും തമ്മിലുള്ള തർക്കം രൂക്ഷമായ സാഹചര്യത്തിലാണ് യോഗം ചേരാനിരിക്കെ ലീഗ് ഹൌസിന് മുന്നിൽ നേതൃത്വത്തിനെതിരെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ലെന്ന് പറയാൻ VD സതീശനെ ചുമതലപ്പെടുത്തിയ നേതാവിനെ പുറത്താക്കണമെന്ന് ആവശ്യം. റീൽസ് ചിത്രീകരണത്തിനിടെ കോഴിക്കോട് മരിച്ച യുവാവിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന്. ആൽവിനെ ഇടിച്ച വാഹനം ഏതെന്നതിൽ ആശയക്കുഴപ്പം തുടരുന്നു. ലാൻഡ് റോവർ ഡിഫൻഡറാണ് ഇടിച്ചതെന്ന് FIRൽ പറയുമ്പോൾ ബെൻസ് ആണ് എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വാദം. ഉത്സവങ്ങളിലെ ആന എഴുന്നള്ളത്ത് കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ജസ്റ്റിസുമാരായ ഡോക്ടർ AK ജയശങ്കരൻ നമ്പ്യാർ, P ഗോപിനാഥ് എന്നിവർ ഉൾപ്പെട്ട പ്രത്യേക ഡിവിഷൻ ബെഞ്ച് കേസ് പരിഗണിക്കുക. വൈകിട്ട് 3:30 ഹർജികൾ പരിഗണിക്കുന്ന ജഡ്ജിമാർക്കെതിരെ പൂരപ്രേമി സംഘം ചീഫ് ജസ്റ്റിസിന് പരാതി നൽകിയിരുന്നു. പാർലമെന്റ് ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമായേക്കും. പ്രതിപക്ഷത്തിനൊപ്പം ഭരണപക്ഷം കൂടി സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന അസാധാരണ സാഹചര്യം തുടരുകയാണ്. കോൺഗ്രസ് അദാനി വിഷയം ഉന്നയിക്കുമ്പോൾ ഭരണപക്ഷം ജോർജ് സോറസ് ബന്ധം ആരോപിച്ച് രംഗത്തുവരും. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ 13ാം മത്സരം ഇന്ന്. 6-6 എന്ന സ്കോർ ലൈനിൽ തുടരുന്ന ഇന്ത്യൻ താരം ഗുകേഷിനും ചൈനീസ് താരം ഡിങ് ലിറനും ഇന്ന് അതീവ നിർണായക പോരാട്ടമാണ്. 12ാം മത്സരത്തിലെ തോൽവി മറികടന്ന് തിരിച്ചുവരാൻ ഗുകേഷ്. മത്സരം ഉച്ചയ്ക്ക് 2:30. ഇന്ന് ഗുരുവായൂർ ഏകാദശി. പുലർച്ചെ മുതൽ ക്ഷേത്രത്തിൽ വലിയ തിരക്ക്. ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ചുള്ള ചട്ടങ്ങൾ പാലിച്ചാണ് എഴുന്നള്ളത്ത് നടത്തിയത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിവരെ സ്പെഷ്യൽ ദർശനം ഉണ്ടാകില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇന്ന് യോഗം ചേരും. സ്വാമി അയ്യപ്പന്റെ ചിത്രം ആലേഖനം ചെയ്ത സ്വർണ്ണ ലോക്കറ്റുകളുടെ നിർമ്മാണവും വിതരണവും ഏത് കമ്പനിയെ ഏൽപ്പിക്കണമെന്ന് തീരുമാനിക്കും. ഈ മണ്ഡലകാലത്ത് തന്നെ വിൽപ്പന ആരംഭിക്കാനാണ് തീരുമാനം. മുൻ കർണാടക മുഖ്യമന്ത്രി SM കൃഷ്ണയുടെ സംസ്കാരം ഇന്ന്. കൃഷ്ണയുടെ മൃതദേഹം രാവിലെ ജന്മനാടായ മധുരുവിലെ സോമനഹള്ളിയിലെത്തിക്കും. കൃഷ്ണ അന്തരിച്ചത് ഇന്നലെ രാവിലെ.